രൂപീകരണ കാലം മുതൽ തന്നെ ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ നടപടികളും ആക്രോശപരമായ പ്രസ്താവനകളും നടത്തുന്നത് പാകിസ്ഥാന്റെ സ്ഥിരമായൊരു തന്ത്രമായിരുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടൽ മുതൽ അതിർത്തിയിൽ സൈനിക ആക്രമണങ്ങൾ വരെയും ഈ പ്രവൃത്തികൾ വ്യാപിച്ചു കിടക്കുന്നു. പശ്ചാത്തലത്തിൽ ഇന്ത്യയെ അസ്ഥിരതപ്പെടുത്താൻ വിവിധ തരം തന്ത്രങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിച്ചു. അതിനു പുറമെ ഭീകര സംഘടനകളെ സഹായിക്കുകയും കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണത്തിനോ ഭീകരതയ്ക്കോ എതിരെ വ്യോമകര നാവിക ആസ്തികളെ ഉൾപ്പെടുത്തി ഇന്ത്യ കുറഞ്ഞത് 10 പ്രധാന സൈനിക ഓപ്പറേഷനുകളെങ്കിലും നടത്തിയിട്ടുണ്ട്. ഇവയൊക്കെയും ഉയർന്ന കൃത്യതയുള്ളതും ഏകോപിതവുമായിരുന്നു. ഇതുകൂടാതെ ഈ ഓപ്പറേഷൻസ് ഒക്കെ പ്രതിരോധ തന്ത്രങ്ങളിലേക്കുള്ള സ്ഥിരമായ ഒരു ചേഞ്ചിനെ കൂടെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. 2025 മെയ് 7 പുലർച്ചെ സായുധ സേന പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക ആക്രമണം നടത്തി. 2019 ബാലാകോട്ട് വ്യോമാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഏറ്റവും വിപുലമായതും ഏറ്റവും വലിയ അതിർത്തി കടന്നുള്ള കൃത്യതയുള്ള ആക്രമണമായിരുന്നു ഇന്ത്യൻ സൈന്യം, വ്യോമസേന, നാവികസേന എന്നിവ ചേർന്ന് നടത്തിയ ഈ ഒരു ദൗത്യം. 1947 മുതൽ ഇന്ത്യയും പാകിസ്ഥാനും 4 വലിയ യുദ്ധങ്ങളിലും നിരവധി ചെറിയ ഏറ്റുമുട്ടലുകളിലും സംഘർഷങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്. നേരിട്ടുള്ള സൈനിക ഭീഷണികൾക്കും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനും മറുപടിയായി ഇന്ത്യ വിവിധ സൈനിക നടപടികൾ കാലാകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ഏറ്റവും പുതിയ ഓപ്പറേഷൻ സിന്ദൂർ കൃത്യതയോടെയുള്ളതും തന്ത്രപരമായ സംയമനം പാലിച്ചുകൊണ്ടുള്ളതുമായ ഇന്ത്യയുടെ വളരുന്ന സൈനിക തത്വത്തെ എടുത്തു കാണിക്കുന്നു. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഏപ്രിൽ 22 ഒരു ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥനും ഒരു നേപ്പാൾ പൗരനും ഉൾപ്പെടെ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് ഇന്ത്യയുടെ നേരിട്ടുള്ള സൈനിക പ്രതികരണമായിരുന്നു ഈ ഓപ്പറേഷൻ. 2025 മെയ് 7 പുലർച്ചെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാന്റെ അധീനതയിലുള്ള കാശ്മീരിലും പാകിസ്ഥാന്റെ ആഴത്തിലുള്ള പ്രദേശങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ഭീകരവാദികളുടെ പരിശീലന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഒരു സംയുക്ത സൈനിക മുന്നേറ്റമായിരുന്നു ഇത്. കരസേന, വ്യോമസേന, നാവികസേന എന്നിവ സംയുക്തമായി നടത്തിയ ഈ ഒരു ദൗത്യം 2019 ബാലാകോട്ട് വ്യോമാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഏറ്റവും വലിയ അതിർത്തി കടന്നുള്ള കൃത്യതയേറിയ ആക്രമണമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രധാന പ്രത്യേകത അത്യാധുനിക ദീർഘദൂര പ്രിസിഷൻ വെപ്പണുകളുടെ ഉപയോഗമായിരുന്നു. സ്കാൽപ് എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലുകൾ, ഹാമർ ഗൈഡഡ് ബോംബുകൾ, ലോയിറ്ററിംഗ് വെപ്പണുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഉന്നതതല സുരക്ഷാ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഈ ഓപ്പറേഷൻ ആരംഭിച്ചതെന്നും സൈനിക രാഷ്ട്രീയ നേതൃത്വം തത്സമയം ഇത് നിരീക്ഷിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു. ഓപ്പറേഷൻ വിജയ് മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ സൈനിക പ്രവർത്തനങ്ങൾ വികസിച്ച വഴികളൊന്ന് പരിശോധിക്കാം. സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ പ്രധാന സൈനിക നടപടികൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ആദ്യത്തേത് ഫസ്റ്റ് കാശ്മീർ വാർ എന്നറിയപ്പെടുന്ന 1947-48 ഇന്ത്യ പാക് യുദ്ധമാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1947 ഒക്ടോബറിൽ ഗോത്ര സായുധ സംഘങ്ങളും പാകിസ്ഥാൻ റെഗുലേറ്റർമാരും ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയപ്പോഴാണ് പാകിസ്ഥാൻ ആക്രമണത്തിനെതിരെ ഇന്ത്യയുടെ ആദ്യ സൈനിക പ്രതികരണമുണ്ടായത്. പാകിസ്ഥാൻ ഓപ്പറേഷൻ ഗുൽമാർഗ് എന്ന് രഹസ്യ നാമകരണം ചെയ്ത ഈ കടന്നുകയറ്റം 1947 ഒക്ടോബർ 27 ശ്രീനഗറിലേക്ക് സൈനിക വ്യോമാക്രമണം നടത്താൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുകയായിരുന്നു. 1949 ജനുവരിയിൽ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവയ്ക്കുന്നതുവരെ ഈ ഒരു സംഘർഷം നീണ്ടുനിന്നു. ജമ്മു കാശ്മീരിന്റെ ഏകദേശം 2/3 ഭാഗം ഇന്ത്യയുടെ നിയന്ത്രണത്തിലും ബാക്കിയുള്ള ഭാഗം ഇപ്പോൾ POK പാക് ഓക്കുപൈഡ് കശ്മീർ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുമായി. രണ്ടാമത്തേത് 1965 ഇന്ത്യ പാക് യുദ്ധം. അതിൽ ആദ്യത്തേത് ഓപ്പറേഷൻ ഡ്രിഡിലാണ്. 1965 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനങ്ങൾക്കുള്ള കോഡ് നാമമായിരുന്നു ഓപ്പറേഷൻ ഡ്രിഡിൽ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരം സംരക്ഷിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. കാര്യമായ ആക്രമണങ്ങളൊന്നും നടന്നിട്ടില്ല എങ്കിലും ഈ ഒരു ഓപ്പറേഷൻ നാവികസേനയുടെ തന്ത്രപരമായ പുനർവിചിന്തനത്തിന് കാരണമാവുകയും തുടർന്നുള്ള വർഷങ്ങളിൽ കൂടുതൽ ശക്തമായ നാവിക തന്ത്രം രൂപീകരിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു. അടുത്തത് ഓപ്പറേഷൻ ബ്ലേസ്. 1965 ഓഗസ്റ്റിൽ പൂർണ്ണമായ യുദ്ധത്തിന് തൊട്ടു മുൻപായി പാകിസ്ഥാൻ പീരങ്കി ഷെല്ലാക്രമണത്തിന് മറുപടിയായി കാർഗിൽ മേഖലയിൽ ഇന്ത്യൻ സേന നടത്തിയ പരിമിതമായ ആക്രമണമായിരുന്നു ഇത്. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ ഫോർവേഡ് പോസ്റ്റുകൾ വിജയകരമായി കീഴടക്കുകയും ലഡാക്കിന്റെ ചില ഭാഗങ്ങളിൽ തന്ത്രപരമായ മേധാവിത്വം സ്ഥാപിക്കുകയും ചെയ്തു. ഇത് പിന്നീട് നടന്ന വലിയ യുദ്ധത്തിന്റെ മുന്നോടിയായി കണക്കാക്കാം. ഇന്ത്യയുടേതുപോലെ തന്നെ 1965 ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാനും ഉണ്ടായിരുന്നു കോഡ് നാമങ്ങൾ. ഓപ്പറേഷൻ ജിബ്രാൾട്ടാർ. കാശ്മീരിൽ കലാപം ഇളക്കിവിടാൻ തദ്ദേശീയരായ വേഷം മാറിയ പാകിസ്ഥാൻ സൈനികർ നടത്തിയ നുഴഞ്ഞുകയറ്റമായിരുന്നു ഓപ്പറേഷൻ ജിബ്രാൾട്ടാർ. അടുത്തത് ഓപ്പറേഷൻ ഗ്രാൻഡ് സ്ലാം. ജമ്മുവിനെ മുറിച്ചു മാറ്റാൻ അഗ്നൂർ മേഖല പിടിച്ചെടുക്കാനുള്ള ശ്രമമായിരുന്നു ഇത്.
ഈ യുദ്ധം ഒരു സമനിലയിൽ കലാശിക്കുകയും ഇരുവശത്തും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. സോവിയറ്റ് യൂണിയന്റെ മധ്യസ്ഥതയിൽ 1966 താഷ്കന്റ് ഉടമ്പടി ഒപ്പുവെച്ചതോടെ യുദ്ധം അവസാനിക്കുകയും ചെയ്തു. മൂന്നാമത്തേത് 1971 ഇന്ത്യ പാക് യുദ്ധമാണ്. 1971 ഓപ്പറേഷൻ കാക്ടസ് ലില്ലി ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യൻ കരസേന പടിഞ്ഞാറൻ അതിർത്തിയിൽ നടത്തിയ സൈനിക നീക്കമായിരുന്നു ഇത്. നാവികസേനയുടെ പ്രധാന ആക്രമണങ്ങളായ ഓപ്പറേഷൻ ട്രൈഡന്റ്, ഓപ്പറേഷൻ പൈത്തൺ എന്നിവയ്ക്ക് ഇത് പിന്തുണ നൽകി. പടിഞ്ഞാറൻ മേഖലയിലെ പാകിസ്ഥാന്റെ മുന്നേറ്റങ്ങളെ ഇന്ത്യ വിജയകരമായി തടഞ്ഞു. അടുത്തത് ഓപ്പറേഷൻ ട്രൈഡന്റ് 1971. 1971 ഡിസംബർ 4 ഇന്ത്യൻ നാവികസേന കറാച്ചി തുറമുഖത്ത് നടത്തിയ ഒരു അപ്രതീക്ഷിത ആക്രമണമായിരുന്നു ഇത്. ഈ മേഖലയിൽ ആദ്യമായി ആന്റി ഷിപ്പ് മിസൈലുകൾ യുദ്ധത്തിൽ ഉപയോഗിച്ചത് ഈ ഓപ്പറേഷനിലാണ്. പാകിസ്ഥാന്റെ ഇന്ധന സംഭരണികളും അതുപോലെ നാവിക ആസ്തികളും കാര്യമായി നശിപ്പിക്കപ്പെട്ടു. ഡിസംബർ 4 ഇപ്പോൾ നാവിക ദിനമായി ആചരിക്കുന്നു. അടുത്തത് ഓപ്പറേഷൻ പൈത്തൺ. ഓപ്പറേഷൻ ട്രൈഡന്റിന് ശേഷം 1971 തന്നെ ഡിസംബർ 8 കറാച്ചിയിലെ ശേഷിക്കുന്ന പാകിസ്ഥാൻ നാവിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ഓപ്പറേഷനായിരുന്നു ഇത്. ഈ ഒരു സൈനിക നീക്കം കൊണ്ട് പാകിസ്ഥാന്റെ സമുദ്ര ഗതാഗതത്തെ കൂടുതൽ തളർത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു. കൃത്യതയോടെയുള്ള ആക്രമണം എന്ന നിലയിൽ ഓർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു. ഓപ്പറേഷൻ പൈത്തന്റെ ഫലമായി ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടു. 90,000-ലധികം സൈനികർ കീഴടങ്ങിയതോടെ പാകിസ്ഥാന് നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഓപ്പറേഷൻ മേഘ്ദൂതാണ് നാലാമത്തേത്. 1984 ഏപ്രിലിൽ പാകിസ്ഥാൻ നിയന്ത്രണം സ്ഥാപിക്കുന്നതിന് മുൻപായി തന്നെ സിയാച്ചിൻ ഗ്ലേസിയർ ഇന്ത്യൻ സൈന്യം മുൻകൂട്ടി കൈവശപ്പെടുത്തിയ സൈനിക നീക്കമായിരുന്നു ഇത്. പക്ഷെ പാകിസ്ഥാനെതിരായ നേരിട്ടുള്ള ആക്രമണമായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയാണിത്. തന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല കൂടിയാണിത്. സിയാച്ചിന്റെ നിയന്ത്രണം ഇന്ത്യക്ക് ലഭിക്കുകയും അതിപ്പോഴും ഇന്ത്യയുടെ കൈവശം തുടരുകയും ചെയ്യുന്നു. അഞ്ചാമത്തേത് 1999 കാർഗിൽ യുദ്ധം, ഓപ്പറേഷൻ വിജയ്. 1999 മെയ് മാസത്തിൽ ലഡാക്കിലെ കാർഗിൽ മേഖലയിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ നുഴഞ്ഞുകയറ്റത്തെ തുടർന്ന് ഇന്ത്യ ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. അടുത്തത് ഓപ്പറേഷൻ സഫേദ് സാഗർ. വ്യോമസേനയുടെ പിന്തുണയോടെ ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന കോഡ് നാമത്തിൽ ഇന്ത്യൻ കരസേന നുഴഞ്ഞുകയറ്റക്കാരെ വിജയകരമായി തുരത്തി. ഏറ്റവും തീവ്രമായതും ഉയർന്ന പ്രദേശങ്ങളിലേതുമായ യുദ്ധങ്ങളിലൊന്നാണിത്. ഇന്ത്യ പ്രധാനപ്പെട്ട കൊടുമുടികളും മലയിടുക്കുകളും തിരികെ പിടിച്ചു. 500-ലധികം ഇന്ത്യൻ സൈനികരും ഏകദേശം 400 മുതൽ 3000 വരെ പാകിസ്ഥാൻ സൈനികരും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്ന് കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ടെലിവിഷൻ യുദ്ധമായിരുന്നു ഇത്. ഇന്ത്യൻ സായുധ സേനയുടെ പ്രതിച്ഛായ ഉയർത്തുന്നതിനും ഈ നീക്കം സഹായിച്ചു. ഓപ്പറേഷൻ സഫേദ് സാഗറിന്റെ ഭാഗമായി മിറാഷ് 2000 ജെറ്റുകൾ ഉപയോഗിച്ച് ശത്രുക്കളുടെ പോസ്റ്റുകളിൽ കൃത്യതയോടെ ബോംബുകൾ വർഷിച്ചു. ഇനി ആറാമത്തേത് ഓപ്പറേഷൻ പരാക്രം 2001 മുതൽ 2002 വരെ. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സൈനികരെ വൻതോതിൽ വിന്യസിച്ച സൈനിക നീക്കമായിരുന്നു ഓപ്പറേഷൻ പരാക്രം. പൂർണ്ണമായ യുദ്ധത്തിലേക്ക് ഇത് എത്തിയില്ല എങ്കിലും 10 മാസം നീണ്ടുനിന്ന ഈ സൈനിക മുന്നേറ്റം 1971 ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക വിന്യാസങ്ങളിൽ ഒന്നായിരുന്നു. ഏഴാമത്തേത് 2016 മിന്നൽ ആക്രമണം, ഓപ്പറേഷൻ എക്സ്. 19 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ട ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 29 നിയന്ത്രണ രേഖ കടന്ന് ഇന്ത്യ നടത്തിയ മിന്നലാക്രമണമായിരുന്നു ഇത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർ ഉപയോഗിച്ചിരുന്ന ലോഞ്ച് പാഡുകളായിരുന്നു ലക്ഷ്യം. ഔദ്യോഗികമായി ഓപ്പറേഷൻ എക്സ് എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ഈ സൈനിക നീക്കം അതിർത്തി കടന്നുള്ള ലക്ഷ്യമിട്ടുള്ള തിരിച്ചടി എന്ന ഇന്ത്യയുടെ പുതിയ തന്ത്രം പ്രകടമാക്കി. ഒപ്പം ഇന്ത്യൻ പാരാട്രൂപ്പർമാർ നിയന്ത്രണ രേഖ കടന്ന് POKയ്ക്കുള്ളിൽ ആക്രമണം നടത്തി. ഇന്ത്യ മുന്നേറി. അടുത്തത് 2019 ബലാക്കോട്ട് വ്യോമാക്രമണം, ഓപ്പറേഷൻ ബന്ദർ. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ 2019 ഫെബ്രുവരി 26 പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ ആഴത്തിലുള്ള വ്യോമാക്രമണങ്ങൾ നടത്തി. ഓപ്പറേഷൻ ബന്ദർ എന്ന് കോഡ് നാമം നൽകിയിരുന്ന ഈ സൈനിക നീക്കം 1971 ശേഷം ആദ്യമായി അന്താരാഷ്ട്ര അതിർത്തി കടന്നുള്ള വ്യോമാക്രമണമായിരുന്നു. ജെയ്ഷെ-ഇ-മുഹമ്മദ് പരിശീലന കേന്ദ്രമായിരുന്നു ലക്ഷ്യം. 40 CRPF ജവാന്മാർ കൊല്ലപ്പെട്ട പുൽവാമ ചാവേർ ആക്രമണത്തിനുള്ള പ്രതികരണമായിരുന്നു ഇത്. ഖൈബർ പത്വൻകോയിലെ ബാലക്കോട്ടിലുള്ള ജെയ്ഷെ-ഇ-മുഹമ്മദ് പരിശീലന ക്യാമ്പുകളിൽ വ്യോമാക്രമണം നടത്തുകയായിരുന്നു ലക്ഷ്യം. മിറാഷ് 2000 വിമാനങ്ങൾ കൃത്യതയോടെ ബോംബുകൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ വർഷിച്ചു. 1971 ശേഷം പാകിസ്ഥാന്റെ മണ്ണിൽ ഇന്ത്യ നടത്തിയ ആദ്യത്തെ വ്യോമാക്രമണമായിരുന്നു ഇത്. ഇതിനു മറുപടിയായി 2019 ഫെബ്രുവരി 27 പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തുകയും IAF പൈലറ്റ് അഭിനന്ദർ വർദ്ധമാനെ പിടികൂടുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഈ ഓപ്പറേഷനുകളിൽ നിന്ന് വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ പാകിസ്ഥാനെതിരായ സൈനിക നടപടികൾ പരമ്പരാഗത യുദ്ധങ്ങളിൽ നിന്ന് കൃത്യതയേറിയ ആക്രമണങ്ങളിലേക്കും അതുപോലെ ഹൈബ്രിഡ് തന്ത്രങ്ങളിലേക്കും മാറിയിരിക്കുന്നു.
1947, 1965, 1971 വലിയ യുദ്ധങ്ങളിൽ നിന്ന് ഓപ്പറേഷൻ ബന്ദറും ഓപ്പറേഷൻ സിന്ദൂറും പോലുള്ള ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിലേക്കുള്ള ഈ മാറ്റം ഭീകരവാദത്തെ ചെറുക്കുന്നതിനും പ്രതിരോധം തീർക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ തന്ത്രങ്ങൾ എങ്ങനെ വികസിച്ചുവെന്ന് വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളെ നിയന്ത്രിക്കുമ്പോൾ തന്നെ സംയുക്ത സേനകളുടെ കൃത്യതയേറിയ സൈനിക നീക്കങ്ങൾ നടത്താനുള്ള ശേഷി വീണ്ടും ഇന്ത്യ ഉറപ്പിക്കുകയാണ്.